ക്രെഡിറ്റ് ആർക്കെന്ന ഭരണ പ്രതിപക്ഷ തർക്കത്തിനിടെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യമാണ് കോൺഗ്രസ് വാദിക്കുമ്പോൾ 9 വർഷത്തെ ഇടതു സർക്കാരിന്റെ ഭരണ നേട്ടമായി ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിന്റെ പ്രതിരോധം. ഇതിനിടെ മോദി സർക്കാരിന്റെ വികസന മാതൃകയായി അവതരിപ്പിക്കാനാണ് BJPയുടെ ശ്രമം. ഉദ്ഘാടനത്തിന് ഒരുങ്ങി നിൽക്കുമ്പോഴും വിഴിഞ്ഞം ആരുടെ കുഞ്ഞെന്ന തർക്കമാണ് ഇപ്പോഴും തുടരുന്നത്. ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യമെന്ന് കോൺഗ്രസും അല്ല നായനാർ സർക്കാരിൽ തുടങ്ങി VS കഴിഞ്ഞ് പിണറായി സർക്കാരിന്റെ നേട്ടമെന്ന് LDFും. ഇതിനിടെ മോദി സർക്കാരിന്റെ വികസന വേഗതയെന്ന് ഉയർത്തിക്കാട്ടി BJPയും രംഗത്തുണ്ട്. അതേസമയം വിഴിഞ്ഞത്തിന്റെ ചരിത്രം ഇങ്ങനെയാണ്. 1996-ൽ EK നായനാർ സർക്കാരിന്റെ കാലത്ത് പദ്ധതിക്ക് വിത്തുപാകി. പിന്നാലെ വന്ന AK ആന്റണി സർക്കാരും പദ്ധതിയിൽ ഇടപെട്ടു. എന്നാൽ 2006-ൽ അധികാരത്തിൽ വന്ന VS അച്യുതാനന്ദൻ സർക്കാരാണ് പദ്ധതിയുടെ അനുമതിക്കായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. എന്നാൽ ടെൻഡറിൽ പങ്കെടുത്ത കമ്പനിയുടെ ചൈനീസ് ബന്ധം ഉയർത്തിയുള്ള ആരോപണം പദ്ധതിയെ മുന്നോട്ട് നയിച്ചില്ല. തുടർന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അദാനി എത്തിയതോടെ പദ്ധതി ചലിച്ചു തുടങ്ങി. ഒടുവിൽ തുറമുഖ നിർമ്മാണത്തിന്റെ മുന്നോട്ടുള്ള പാതയിൽ പ്രകൃതിക്ഷോഭവും പ്രാദേശിക പ്രശ്നങ്ങളും പദ്ധതിയുടെ മെല്ലെപ്പോക്കിന് കാരണമായി. പക്ഷേ പ്രതിസന്ധികളെ അതിജീവിച്ച് വിഴിഞ്ഞം ഉദ്ഘാടനത്തിലേക്ക് അടുക്കുമ്പോഴും പിതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കം തുടരുകയാണ്. വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണെന്ന് ചൂണ്ടിക്കാട്ടി ഉദ്ഘാടന ദിനം കോൺഗ്രസ് പ്രതിഷേധ ദിനമാക്കുകയാണ്. ചടങ്ങിൽ കോൺഗ്രസ് MPയും MLAയും പങ്കെടുക്കുമ്പോൾ വിട്ടുനിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ചടങ്ങിലേക്ക് നേരത്തെ ക്ഷണിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബഹിഷ്കരണം. 9 വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ നേട്ടമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഇതിനെ പ്രതിരോധിക്കുന്നത്. ഇതിനിടെ അവകാശവാദവുമായി BJPയും രംഗത്തുണ്ട്. മോദിയുടെ നേട്ടങ്ങളുടെ തുടർച്ചയെന്നാണ് പ്രചാരണം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ പദ്ധതിയുടെ അവകാശവാദത്തെ ചൊല്ലിയുള്ള തർക്കം തുടരുമെന്നതിൽ സംശയമില്ല. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.